ഹലോ ഗായ്സ്, പതിവില്ലാതെ ഭയങ്കര കെട്ടിയൊരുങ്ങി ഞാൻ പാചകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അനുചേച്ചിയില്ലേ, ആൾക്ക് ചെറിയൊരു വയ്യായിക പോലെ. അപ്പോൾ കുറച്ച് ഫുഡ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അധികം കറിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന പയർ എപ്പോഴും കുറച്ച് കുഴഞ്ഞും പോകാറുണ്ട്. ബട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ 3 കറിയും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ള ഉണ്ടാക്കിയൊരു കറിയാണ്. സോ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അനുസരിച്ച് കൊണ്ട് നമുക്ക് കൊടുക്കാം. ഹലോ ഗൈസ്, ഓ മൈ ഗോഡ്, കാണുന്നുണ്ട് എന്നെ? സോറി, ഞാൻ കണ്ടു വെച്ചുകൊണ്ടാണ് എനിക്ക് കാണാത്തത്. അപ്പോൾ ജർമ്മനിയിലെ ചൂടിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് സോ ഹോട്ട്. ഇറ്റ്സ് 40 ഡിഗ്രി ഹിയർ. നമ്മുടെ 2 സ്ട്രീറ്റ് അപ്പുറമുള്ളൊരു സ്ഥലത്തൊക്കെ ഒരാൾ ചൂടുകാരനൊക്കെ മരിച്ചു തന്നെ പോയി. അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ ഈ ചൂടും സ്ട്രെസ്സും ഇതൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് ഫാനൊക്കെ ഇട്ടിരിക്കാനേ തോന്നത്തുള്ളൂ. അപ്പോൾ ഇറ്റ്സ് സോ ഹോട്ട് ഹിയർ. പക്ഷേ സാഡ്ലി എനിക്ക് ഷോപ്പിംഗ് പോവാതെ വേറെ വഴിയില്ല. ബിക്കോസ് ഐ ഹാവ് ടു റൺ സം എറൻഡ്സ് ആൻഡ് ഐ ആം ക്രേവിങ് ചോക്ലേറ്റ് കേക്ക്. അതുകൊണ്ട് നല്ലതായിട്ട് നമ്മൾ പോകുന്നത്. എന്തായാലും പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ, അപ്പോൾ നമുക്ക് പോയി സാധനം വാങ്ങിച്ചിട്ട് വരാം. സോ ഹോട്ട്, ഇറ്റ്സ് സോ ഹോട്ട്. അയ്യോ എൻ്റെ പിന്നെ അൺസഹിക്കപ്പെടും. This was my shopping. I hope this is for 2 good weeks. ഇത്രയും സംഭവങ്ങൾ. I was craving this chocolate cream cake. So yeah, that was my shopping haul. Hello guys, welcome back. Today is a Saturday. Finally I got my Saturday for myself, Saturday and Sunday. For myself means ഞാൻ ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വയ്യൊക്കെ വരുമായിരുന്നു. ബിക്കോസ് ആംബുലാൻഡ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ഔട്ട്സൈഡ് ടു വർക്ക്. അപ്പോൾ ഈ ചൂടത്ത് ഇങ്ങനെ ഈ ഇതിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിവേസ്, അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ചത്തേക്ക് ഓൾറെഡി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ, നല്ല കുറേ ഒരു 10 മണിക്കൂർ തുറക്കത്തിന് ശേഷമാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച എൻ്റെ പച്ചക്കറികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ ഡിസേർവ് ടു ഷോ ദിസ് ഗൈസ്. ബിക്കോസ് ഞാൻ ഇത്രയും വൃത്തിക്കൊന്നും ഇങ്ങനെ പല കളറിലൊന്നും ഞാൻ ഇങ്ങനെ അരിയാറില്ല. സോ ഐ തോട്ട് ഐ ഡിസേർവ് ടു ഷോ ദിസ്. അപ്പോൾ ഞാൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാണ്. മൈ മോംസ് സ്പെഷ്യൽ ഡിഷ് ആണ് ചില്ലി ചിക്കൻ. സോ ഞാൻ ചില്ലി ചിക്കൻ കാണിച്ചു തരാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, നോക്കൂ ഗൈസ്, എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ വൃത്തിക്കൊരു സാധനം അരിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് തന്നെ അരിഞ്ഞോണ്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. അത്രയും തിരക്കിലായിരിക്കും. ബട്ട് സിൻസ് ഐ ഹാവ് ടൈം ഫോർ ടുഡേ, എനിക്കിതിങ്ങനെ എടുത്ത് പാത്രത്തിലേക്ക് ആക്കാൻ തോന്നുന്നില്ല. ആൻഡ് ചിക്കൻ ഞാൻ ഓൾറെഡി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഷേപ്പ് ഒന്നും നോക്കേണ്ടത് ഗൈസ്. ഞാൻ തന്നെ അരിഞ്ഞ് ഞാൻ തന്നെ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. കറികൾ ഞാൻ ഉണ്ടാക്കാത്തതിന് തന്നെ കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് വേർത്തി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു 6 യൂറോയ്ക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വാങ്ങിച്ചത്. ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ഗൈസ്. നമ്മൾ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതാക്കി വയ്ക്കാൻ. സോ ആദ്യം നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നത് കുക്കറിഷ്ടമൊന്നുമല്ല. പിന്നെ പാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഈ ഡ്രസ്സിൽ വന്ന് നിൽക്കുന്നത് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് പ്രാന്താണോ എന്ന്. ദിസ് ഡ്രസ് ഇസ് സോ കംഫർട്ടബിൾ ഗൈസ്. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടിത് വീണ്ടും വീണ്ടും ഇട്ടൂടാ. ഐ ലവ് ദിസ് കളർ ആൻഡ് ഇറ്റ്സ് സോ കംഫർട്ടബിൾ ടു വെയർ ഇൻ സമ്മർ. അപ്പോൾ ഇന്നെനിക്ക് നമുക്കിങ്ങനെ ടി വി ഒക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ തരക്കുന്നൊരു സാധനമില്ലേ, ആ സാധനം എനിക്ക് വാങ്ങിക്കാൻ വേണം. എനിക്ക് എൻ്റെ പേര് അറിയാൻ പാടില്ല. ബിക്കോസ് ലൈക്ക് ഇറ്റ്സ് കോൺസ്റ്റൻ്റ്ലി ഭയങ്കര ഡസ്റ്റ് ഫോമിയാണ്. അപ്പോൾ ടി വി ഒക്കെ ഞാൻ തുടയ്ക്കുക ചെയ്യുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത് പൊട്ടത്തരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. സോ ഞാൻ അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ പോകാതെ എനിക്ക് വേറെ വഴിയില്ല. ബിക്കോസ് ദ ഹോൾ വീക്ക് എനിക്കിനി ടൈം ഉണ്ടാവില്ല. സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് അഗെയിൻ. ഹലോ ഗൈസ്, ഞാനൊന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആൻഡ് ദ ഫസ്റ്റ് തിങ്, ഞാൻ മൈക്ക് വെച്ചതിന് കാര്യമെന്ന് പറയുന്നത് ഞാൻ ഫാൻ ഇടുന്നുണ്ട്, അപ്പോൾ അത് കൊച്ചു വയ്ക്കില്ല. ഐ ബോട്ട് എ ഫ്ലവർ, ഐ മീൻ എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ്. അയ്യാന്ന് ഞാൻ അങ്ങനെ പറഞ്ഞേ, ഫ്ലവേഴ്സ്. ഈ ഫ്ലവറിൻ്റെ പേരെന്ന് പറയുന്നത് ഖലാൻചോയ് എന്നാണ്. ഇത് ആക്ച്വലി കുറച്ചുകൂടെ വലിയതുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് ശുശ്രൂഷിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി പൂക്കളുള്ള ചെടികൾ ശുശ്രൂഷിക്കാൻ അറിയുമോ എന്ന് എനിക്കറിയില്ല. സോ ഐ തോട്ട് ഐ വിൽ ബൈ എ സ്മോൾ വൺ ആൻഡ് ലെറ്റ്സ് കീപ്പ് ഇറ്റ് ആൻഡ് ലുക്ക് കിച്ചൺ പേപ്പർ. പിന്നെ എനിക്കൊരു ഹുക്ക് വേണമായിരുന്നു കുറച്ച് സാധനങ്ങൾ തൂക്കാനായിട്ട്. ആൻഡ് ഐ ബോട്ട് എ ഡിഫ്യൂസർ, വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ചൂടാണ് ഭയങ്കര, നമ്മൾ എന്ത് കുക്ക് ചെയ്താലും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് വീട്ടിലേക്ക് പെട്ടെന്നൊക്കെ കയറി ചെല്ലുമ്പോൾ. സോ ഐ തോട്ട് ഐ വിൽ ബൈ ദിസ് തിങ്, ഡിഫ്യൂസർ. ആൻഡ് ഇതാണ് ഞാൻ മറ്റേ ഇങ്ങനെ ടി വി ഒക്കെ ഇതാക്കുന്ന സാധനമില്ലേ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഇതാക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഭയങ്കര കോമഡി ആയിട്ടുണ്ടെന്നാണേലും. ഓക്കെ, നൗ വാട്ട് മാതാവേ, എന്തുവാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇവിടം വരെ ഉണ്ടായിരുന്നു ആ സാധനം. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് പൊടി കൂടുമ്പോൾ ഇത് നമുക്ക് ഊരിയിട്ട് അടുത്ത് ഇടാം. ഒരു സുഖം പോരാ. പക്ഷേ ഇതിലേക്ക് തന്നെ കയറ്റാൻ പറ്റുമോ ആർക്കറിയാം. ആൻഡ് എൻ്റെ ചെടികൾക്ക് എനിക്ക് എപ്പോഴും വെള്ളം ഒഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. ഞാനൊരു കൃഷിക്കാരിയായോ ഗൈസ്, ബിക്കോസ് ഞാൻ ഇതൊക്കെയാണ് ഇപ്പോൾ വാങ്ങുന്നത്. പൊതുവെ ഞാൻ ഈ സ്ഥലത്തേക്കൊന്നും പോകാറുള്ളതല്ല. എൻ്റെ അടിച്ചുവാരിയുടെ ഈ സംഭവമില്ലേ, ഇതിൻ്റെ ഈ ഒരു സാധനം പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഇത് മാത്രം വാങ്ങാൻ പോയപ്പോൾ ഒരു പറഞ്ഞു കോംബോ ആയിട്ട് വാങ്ങണം. സോ ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചു. പക്ഷേ €1 ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ തോട്ട് വൈ നോട്ട് എന്നുള്ള രീതിയിൽ. പിന്നെ വഴിയുടെ ബോട്ട് ചപ്പാത്തി, ഓഫ് കോഴ്സ് എൻ്റെ ചീപ്പ് കാണണ്ടായിപ്പോയി ഗൈസ്. ചപ്പാത്തി, ചീപ്പ്, പപ്രിക്ക, പുൽവർ, ബഡ്സ്. ഞാൻ ബഡ്സ് ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്തായാലും ഇങ്ങനെ ബഡ്സ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ, അതായത് ഈ മൂക്കുത്തിൻ്റെ ഒക്കെ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനൊക്കെ ഞാൻ ബഡ്സാണ് യൂസ് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ വിൽ ബൈ ബഡ്സ് ഓൾസോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ എവിടെയൊക്കെ ആയിട്ട് വെക്കണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഡിഫ്യൂസർ കിട്ടുന്നത്. ഞാനിവിടെ ഹാൻഡ് ഡിസിൻഫെക്ഷൻ മിറ്റർ വെച്ചിട്ടുണ്ട്. ഹാൻഡ് ഡിസിൻഫെക്ഷൻ മിറ്റർ. അയ്യോ, എൻ്റെ ഇംഗ്ലീഷ് വരെ ഞാൻ മറന്നുപോയി. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ തുറന്നിട്ട്, വാവ് നല്ല വാസന. ഇനി ഇതിങ്ങനെ അടയ്ക്കുക. എന്നിട്ട് ഇവിടെ ഭയങ്കര അൺഎസ്തെറ്റിക് ആണല്ലേ. ഡിസിൻഫെക്ഷൻ മിറ്റർ നമുക്ക് ഇവിടെ മാറ്റാം.
disappointed. ഇങ്ങനെ ചെടിച്ചട്ടികൾ എനിക്ക് ഭയങ്കര കുറവാണ്. ബിക്കോസ് അത്ര കുഞ്ഞു പ്ലാന്റ്സ് വാങ്ങാറില്ല. സോ ഓ മൈ ഗോഡ്, ഇതിപ്പോൾ ഞാനിങ്ങനെ തുറന്നു. See? So cute at the same time. It's, oh my god. അയ്യോ എൻ്റെ ഗാൾ. സോ ഇതിങ്ങനെ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടു ഷോർട്ട്. നമുക്കിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വെച്ച് കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. സി, ഇറ്റ്സ് റിയലി ക്യൂട്ട്. ബുദ്ധ പാർശ്വത്തെ കാണിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഇത് എടുക്കുവാണ്, എന്നിട്ട് ഞാൻ ഇതിവിടെ വെക്കുവാണ്. സോ ബിക്കോസ് ഐ ഹാവ് എ ലോഡ് ഓഫ്, ഇത് എനിക്ക് ഒരു ചേച്ചി തന്നതാണ് ഈ മണി പ്ലാന്റ് എല്ലാം. അപ്പോൾ ഞാൻ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ബാക്കി വീട്ടിൽ പല സൈഡിലായിട്ടുള്ള മണി പ്ലാന്റ്സ്. സോ ഐ തിങ്ക് ഐ ഹാവ് ലൈക്ക് മോർ ദാൻ ഇനഫ് മണി പ്ലാന്റ്സ്. സോ ലെറ്റ്സ് കീപ് ദിസ് സംവെയർ എൽസ്. സോ ഗൈസ്, ഞാൻ കുറേ കാലമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആംബുലാൻറ്റ് ഫ്ലേഗഡീൻസിലാണ്. അതായത് നമ്മൾ വീടുകളിലൊക്കെ പോയിട്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ നിൽക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ വീടുകളിൽ പോയിട്ട് ശുശ്രൂഷിക്കുകയാണ്. ഇത് ഞാൻ ആ വേർഡ് കുറേ തവണ പറഞ്ഞില്ല, എന്താണോ എനിവേസ്. അപ്പോൾ ദ തിങ് ഈസ് ഇറ്റ്സ് റിയലി ഗുഡ്. ബട്ട് രാവിലെ പോകും, ഡ്യൂട്ടി കഴിയും, ഭയങ്കര ക്ഷീണമാണ്. ബിക്കോസ് 4:30 എണീറ്റ് പോകണം. അപ്പോൾ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് റിലാക്സ് ചെയ്യാനാണ് തോന്നുക. ആൻഡ് ദർ വാസ് നോട്ട് സോ മച്ച് ഹാപ്പനിങ്. ഇത് തന്നെയായിരുന്നു. അതാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ലീവൊക്കെ ഉള്ള സമയത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ബട്ട് ആംബുലാൻറ്റ് ഡീൻസിനെ പറ്റിയിട്ട് അവിടെ ഞാൻ പോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടുത്തെ ആ ഒരു ഡ്യൂട്ടി കഴിയുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ യാ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആക്ച്വലി കുറേയൊന്നും എനിക്ക് അധികം കാണിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഞാൻ എക്സ്ട്രീംലി ടയേർഡായി പോവാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വെദർ. ജർമ്മനിയിൽ ഇതുവരെ അനുഭവപ്പെടാത്തൊരു വെദറാണ് ഈ ഒരു വർഷം സമ്മറിന് വന്നിരിക്കുന്നത്. ലൈക്ക് സം സോർട്ട് ഓഫ് ക്ലൈമറ്റിന് പറ്റിയൊരു സംഭവമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഏകദേശം 5500 മുകളിൽ ആൾക്കാർ ഓൾറെഡി മരിച്ചു ചൂട് കാരണം പല സ്ഥലത്തുമായിട്ട്. സോ ജർമ്മനിയിലുള്ളവരാണെങ്കിൽ വെള്ളം കുടിക്കുക, നാട്ടിലുള്ളവരാണെങ്കിലും വെള്ളം കുടിക്കണം, ഇവിടെ ഉള്ളവരാണെങ്കിലും വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, മാക്സിമം സ്റ്റേ അറ്റ് ഹോം. എൻ്റെ വേഴ്സ്റ്റ് ടൈമിലാണ് ഞാൻ ആംബുലാൻറ്റ് ചെയ്യുന്നത്. അതായത് പുറത്തിറങ്ങി ഓരോ വീടുകളിൽ പോകണമല്ലോ. ആക്ച്വലി വിൻ്ററിനൊക്കെ ആണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടേനെ. ബിക്കോസ് നമ്മൾ ഇൻഡോറിൽ നിന്ന് പണിയെടുക്കുന്നതാണ് ഇങ്ങനത്തെ ചൂടുള്ള വെതറിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സ്കൂളിൽ പോവും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എക്സ്ട്രീംലി ടയേർഡായി പോവാണ്. ആൻഡ് ഐ ഡോണ്ട് നോ, ഇനി വരുന്ന വീക്ക് ഫുൾ like evening duty ആണ്. സോ ഐ ഡോണ്ട് നോ ഹൗ എക്സോസ്റ്റഡ് ഐ വിൽ ബി, ബട്ട് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഗോ ബെറ്റർ. ഒരിടയ്ക്ക് എനിക്ക് തല കറങ്ങുമോ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ അധികം വെള്ളം കുടിക്കുന്നുണ്ട്. സോ യാ, ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ ആൻഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ്. അതല്ലാതെ വേറെ ഒന്നും ഈ വെതറിൽ ചെയ്യാനില്ല. ബിക്കോസ് ഹെൽത്ത് കെയറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വർക്ക് ഫ്രം ഹോം ഒന്നും ഇല്ല നമുക്ക്. സോ ജർമ്മനിയിലുള്ളവരുടെ അടുത്ത് എനിക്ക് ഇതാണ് പറയാനുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.